Okay, good morning students. Today the discussion topic is components of Android. അപ്പോൾ ഓൾറെഡി നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ components. So an Android component is simply a piece of code that has well-defined life cycle. അപ്പോൾ ഓരോ കമ്പണൻറ്റിനും കറസ്പോണ്ടിങ്ലി ദർ ഇസ് എ വെൽ-defined components, a well-defined life cycle. So the some kind of components are activity, intent, service and broadcast receiver, content provider. These are the main components. Mainly activities, services, content provider, broadcast receiver are the main categorization of Android application components. So basically we can say that the core building blocks of fundamental components of Android are activities, views. There are so many components another components are the activities and the views, intents, services, content providers, fragments and Android manifest.xml. അപ്പോൾ ഇത്തരത്തിൽ ഓരോന്നിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് വാട്ട് activity is very important thing in Android application. So we can consider an activity is a class that represent a single screen. ഒരു പർട്ടിക്കുലർ സിംഗിൾ സ്ക്രീനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഹിയർ വി ഹാവ് എ മെയിൻ ആക്ടിവിറ്റി. By clicking go to second activity നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദ സെക്കൻഡ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് പറയാം ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വെബ് പേജസ് ആണ്. ഈച്ച് വെബ് പേജ് ക്യാൻ ബി കൺസിഡർ ലൈക്ക് വാട്ട് ആക്ടിവിറ്റി. അപ്പോൾ if an application has more than one activity, then one of them should be marked as the activity that is presented when the application is launched. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ആദ്യം ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏത് ആക്ടിവിറ്റിയാണ് ഹോം ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഹോം പേജ് എന്നൊക്കെ പറയുന്നത് പോലെ ഹോം ആക്ടിവിറ്റി ഏതാണോ അതിൽ നിന്ന് നമുക്ക് പിന്നീട് നാവിഗേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ എപ്പോഴും ഏതൊരു പബ്ലിക് ക്ലാസ് മെയിൻ ആക്ടിവിറ്റീസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആക്ടിവിറ്റി ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ഇംപ്ലിമെൻറ്റഡ് ആസ് എ സബ് ക്ലാസ് ഓഫ് ആക്ടിവിറ്റി ക്ലാസ്. So activities in Android presents a single screen with the user can interact with it. So activity can be considered as activities in Android represents a single screen with a user can interact with it. Okay. Next is services. Services എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they handle background processing associated with an application. That is long running background processes without any need of user interaction is known as service. What is long running background process without any need of user interaction is known as a service. Example എങ്ങനെ പറയാം? Service might play music in the background while user use in a different application. അതൊരു സർവീസാണ്. വേറൊന്ന് fetching data over the network without blocking user interaction with an activity. അതും നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം? സർവീസായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസർ ഇൻട്രാക്ഷൻ ഇല്ലാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് സർവീസ് എന്ന് വിളിക്കാം. സർവീസ് ഇസ് എ കോമ്പണൻറ്റ് ദാറ്റ് റൺസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ടു പെർഫോം ലോങ് റണ്ണിങ് ഓപ്പറേഷൻസ്. ഫോർ എക്സാമ്പിൾ, സർവീസ് മൈറ്റ് പ്ലേ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വൈൽ യൂസർ ഇസ് ഇൻ എ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് മൈറ്റ് ഫെച്ച് ഡാറ്റ ഓവർ ദ നെറ്റ്വർക്ക് വിതൗട്ട് ബ്ലോക്കിംഗ് യൂസർ ഇൻട്രാക്ഷൻ വിത്ത് ആൻ ആക്ടിവിറ്റി. ആൻഡ് സർവീസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ സബ് ക്ലാസ് ഓഫ്. അപ്പോൾ പുതിയൊരു സർവീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ക്ലാസ് മൈ സർവീസ് എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യണം? സർവീസ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അത് SS ക്യാപിറ്റൽ ആയിരിക്കും, അത് ശ്രദ്ധിക്കണം. സോ നെക്സ്റ്റ് ഇസ് ബ്രോഡ്കാസ്റ്റ് റിസീവർ. ബ്രോഡ്കാസ്റ്റ് റിസീവർ ആൻഡ്രോയിഡ് OSഉം ആൻഡ് ആപ്ലിക്കേഷൻസും തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് യൂസ് ചെയ്യുന്നത്. They handle communication between Android OS and applications. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ കണ്ടോ, ആൻഡ്രോയിഡ് ബ്രോഡ്കാസ്റ്റ് റിസീവറിൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാറില്ലേ? അല്ലെങ്കിൽ ബാറ്ററി ഫുൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാറില്ലേ? അപ്പോൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ മെസ്സേജ് റിസീവ്ഡ്
അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിൽ കൊടുക്കാം? ബ്രോഡ്കാസ്റ്റ് റിസീവർ സൈഡ്, ബ്രോഡ്കാസ്റ്റ് റിസീവറിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ് അതൊക്കെ. അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ന് പറയുന്ന ഒരു മൈ റിസീവർ എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റെൻസ് ബ്രോഡ്കാസ്റ്റ് റിസീവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഓൺ റിസീവ്. അപ്പോൾ നമുക്ക് ഈ ചാർജർ പ്ലഗ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാറ്ററി ഫുൾ എന്നൊക്കെ പറയുന്ന ഇത് വന്നു കഴിഞ്ഞാൽ, ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് ഇൻറ്റൻറ്റിൽ കൂടിയാണ് അത് പാസ് ചെയ്യേണ്ടത്, ഓൺ റിസീവ് എന്ത് നടക്കണം എന്നുള്ളത് നമ്മൾ ഓൺ റിസീവ് എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് എഴുതുന്നത്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് റിസീവർ സിംപ്ലി റെസ്പോണ്ട് ടു ദ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഫ്രം അതർ ആപ്ലിക്കേഷൻ ഓർ ഫ്രം ദ സിസ്റ്റം. വേറെ ആപ്ലിക്കേഷൻസ് വരുന്നതാവാം, അതായത് മെസ്സേജ് റിസീവ് എന്ന് പറയുന്നത് വേറൊരു ആപ്ലിക്കേഷൻ വരുന്നതാണ്. പക്ഷേ ചാർജർ കണക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ കൻ ഓൾസോ ഇനീഷ്യേറ്റ് ബ്രോഡ്കാസ്റ്റ് ടു ലെറ്റ് ദ ആപ്ലിക്കേഷൻസ് നോ ദാറ്റ് സം ഡാറ്റ ഹാസ് ബീൻ ഡൗൺലോഡഡ് ടു ദ ഡിവൈസ് ആൻഡ് അവൈലബിൾ ഫോർ ദം ടു യൂസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്തോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു, അപ്പോൾ ഡൗൺലോഡ് ഫുള്ളായി, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും, ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരാറുണ്ട്. സോ ദ ബ്രോഡ്കാസ്റ്റ് റിസീവർ ഹു വിൽ ഇന്റർസെപ്റ്റ് ദിസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വിൽ ഇനീഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് നടക്കണം? ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മെസ്സേജുകൾ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇതെല്ലാം നമ്മൾ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാറ്. ഇനി കണ്ടൻറ് പ്രൊവൈഡർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടൻറ് പ്രൊവൈഡർ കമ്പണി സപ്ലൈസ് ഡാറ്റ ഫ്രം വൺ ആപ്ലിക്കേഷൻ ടു അനദർ ഓൺ ഡിസ്ക് റിക്വസ്റ്റ്. അത് നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു അല്ലെങ്കിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നതാണ് കോൺടാക്റ്റുകൾ നമുക്ക് ആക്സസിബിലിറ്റി കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ ആക്സസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ഡാറ്റ എടുക്കാൻ പറ്റും? കോൺടാക്റ്റ് പോയിട്ട് ഡാറ്റ എടുത്തിട്ട് വാട്സപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മൾ കമ്പോണൻ്റാണ് കണ്ടൻറ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ആർ യൂസ് ടു ഷെയർ ഡാറ്റ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ഡാറ്റേനെ ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൻറ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയർ ചെയ്യാൻ പറ്റില്ല. ത്രൂ കണ്ടൻറ് പ്രൊവൈഡർ വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സച്ച് റിക്വസ്റ്റ് ആർ ഹാൻഡിൽഡ് ബൈ ദ മെത്തേഡ്സ് ഓഫ് കണ്ടൻറ് റിസോൾവർ ക്ലാസ്. അപ്പോൾ കണ്ടൻറ് റിസോൾവർ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇപ്പുറത്തൊരു സ്കൈപ്പാണ്, ഇപ്പുറത്ത് കോൺടാക്റ്റ് ആണെങ്കിൽ സ്കൈപ്പ് ആപ്പിനെ എന്ത് ചെയ്യാനും വാട്സപ്പോ സ്കൈപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്പാണ് വിചാരിക്കുക. ഇത് വാട്സപ്പിൽ എന്തെങ്കിലും കോൺടാക്റ്റിനെ യൂസ് ചെയ്യും. അപ്പോൾ കോൺടാക്റ്റ് ആപ്പിൻ്റെ കണ്ടൻറ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്സപ്പിലേക്ക് ഡാറ്റനെ എടുക്കുന്നത്. A data may be stored in the file system, the database or somewhere else entirely. ഇപ്പോൾ എവിടെ വേണമെങ്കിലും ആവാം, ഡാറ്റാബേസിലാവാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവാം, ക്ലൗഡിലാവാം ഡാറ്റ കിടക്കുന്നത്, ഫയൽ സിസ്റ്റത്തിലായിരിക്കും. എങ്ങനെയാണോ പ്രശ്നമില്ല, അതിനനുസരിച്ച് നമുക്കത് മാറ്റാം. അപ്പോൾ കണ്ടൻറ് പ്രൊവൈഡർ is implemented as a subclass of content provider class and must implement a standard set of API that enable other application to perform the transaction. അപ്പോൾ ഇത്രയാണ് കണ്ടൻറ് പ്രൊവൈഡർ. അപ്പോൾ ഓരോന്ന് പറയാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്ക്രീൻ ഇൻ ആൻ ആക്ടിവിറ്റി, അതായത് യൂസർ ക്യാൻ ഇൻട്രാക്ട് വിത്ത് ദ ആപ്ലിക്കേഷൻ. യൂസറിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിംഗിൾ സ്ക്രീനെ നമുക്ക് ആക്ടിവിറ്റി എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ ആക്ടിവിറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്? ബ്രോഡ്കാസ്റ്റ് റിസീവർ പറഞ്ഞു. ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട മെസ്സേജുകൾ, ബാറ്ററി ചാർജ്ഡ് ഫുള്ളി അങ്ങനെയുള്ള മെസ്സേജുകൾ, സിസ്റ്റം മെസ്സേജ് റിസീവ് ചെയ്തു എന്നുള്ള മെസ്സേജ്, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി എന്നുള്ള മെസ്സേജ്, ഇത്തരത്തിലുള്ള ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ബ്രോഡ്കാസ്റ്റ് മെസ്സേജസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ബ്രോഡ്കാസ്റ്റ് റിസീവർ. സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ അലാമൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സർവീസാണ്. അവിടെ യൂസർ ഇൻട്രാക്ഷൻ ആവശ്യമില്ല. നമ്മൾ ആ ഒരു അലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണോ ആ ടൈം ആവുന്ന സമയത്തെ അലാം നമുക്ക് ഇതാവുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇടയ്ക്കിടയ്ക്ക് അലാമുമായിട്ട് ഒരു ഇൻട്രാക്ഷനും വേണ്ടി വരില്ല. ദിസ് കൈൻഡ് ഓഫ് സർവീസസ് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ സർവീസ് കമ്പോണൻറ്റ്.
ദെൻ കണ്ടൻറ് പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഷെയറിങ് between applications can be done using content providers. Some other additional components are the നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഫ്രാഗ്മെൻറ്റ്സ്, അതായത് നമുക്ക് ഓൾറെഡി ആക്ടിവിറ്റീനെ തന്നെ ഒരു ആക്ടിവിറ്റിയിൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വി ക്യാൻ കൺസിഡർ ദാറ്റ് പോർഷൻ ആസ് ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരു വെബ് പേജിനെ ഫ്രെയിംസ് ആക്കി ഡിവൈഡ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ഈ ആക്ടിവിറ്റീനെ നമ്മൾ ഫ്രാഗ്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻപുട്ട് കൺട്രോൾസ്. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബോക്സ്, റേഡിയോ ബട്ടൺ, അതുപോലെ ചെക്ക് ബോക്സ്, ഒരു ടെക്സ്റ്റ് ഏരിയ, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്കിവിടെ വ്യൂസ് എന്നാണ് പറയുന്നത്. ദെൻ കമ്മിങ് ടു ലേഔട്ട്, നമുക്കറിയാം എങ്ങനെയാണ് സ്ക്രീനിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് വ്യൂ ഹൈറാർക്കീസ് that control screen format and appearance of the views. അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോന്നിൻ്റെ ലേഔട്ട് ഉണ്ടാകുന്നത്, ലേഔട്ട് എങ്ങനെയായിരിക്കണം, ഓറിയൻറ്റേഷൻ എങ്ങനെയായിരിക്കണം, ഇത്രയും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ലേഔട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ വ്യൂസിനും കറസ്പോണ്ടിങ് ലേഔട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇൻറ്റൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജസ് വയറിംഗ് കമ്പോണൻസ് ടുഗെദർ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഡാറ്റ നമ്മൾ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു ഫസ്റ്റ് പേജിൽ നമ്മളൊരു നെയിം ഹലോ എന്ന് പറഞ്ഞിട്ട് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ആ നെയിമിനെ കൊടുത്തു. ആ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഹലോ വിനീഷ എന്ന് പറഞ്ഞിട്ട് വരണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വിനീഷ എന്നുള്ള വാല്യൂ നമുക്ക് എങ്ങനെ പാസ് ചെയ്തു, ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പാസ് ചെയ്തു. അതുപോലെ ഇത്തരത്തിൽ നമുക്കൊരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് ഡാറ്റേനെ പാസ് ചെയ്ത് കൊടുക്കാനും ഇത്തരത്തിൽ നാവിഗേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സോ മെനി റിസോഴ്സസ് ആർ അവൈലബിൾ. റിസോഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് എക്സ്റ്റേണൽസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇമേജ്, അതുപോലെ ഓഡിയോ ഫയൽസ്, വീഡിയോ ഫയൽസ്, സ്ട്രിങ്ങുകൾ, ഡ്രോയബിൾ പിക്ചേഴ്സ്, ഇത്തരത്തിൽ എന്തൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം. ദെൻ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലാണ്. മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കണം. മാനിഫെസ്റ്റ് ഇസ് എൻ XML ഫയൽ ഫോർ ഡിസ്ക്രൈബിങ് എവറി കമ്പോണൻറ്റ് ഇൻ ആൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. എവറി കമ്പോണൻറ്റ്, എല്ലാ കമ്പോണൻറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫയലാണ് നമ്മൾ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഫയൽ. അപ്പോൾ ഇത്രയാണ് അഡീഷണൽ കമ്പോണൻസ് വരുന്നത്. സോ താങ്ക്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ നോക്കുക, പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.